ഈ പഞ്ചായത്തിലെ ജെട്ടിയിലേക്കുള്ള വണ്ടിയതാ നറുപുഞ്ചിരി തൂകുന്ന റൂട്ട് പിടിച്ചൊരു വണ്ടിയതാ. റീൽസ് വന്നോടുകൂടിയാ രക്ഷപ്പെട്ടത്. അത് 8 വർഷത്തോളം ഇപ്പൊ അത് കഴിഞ്ഞിട്ട്, പക്ഷെ ഇപ്പോഴത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മീശ മാധവനിലെ ആ സീനാണ് വലിയ വീട് 4 പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്ന ആ ഒരു. അപ്പോൾ ലാലുചേട്ടനാണ് പറഞ്ഞത് അവനൊരു സിനിമയിൽ നായകനൊക്കെയായിട്ട് അഭിനയിച്ച ആളാണ്. അവൻ ആകെ ഒരു ക്ലോസ് ഒക്കെ ആയിട്ടാണ് അതിനകത്തുള്ളൂ. അപ്പൊ അത് കട്ട് ചെയ്ത് കളയണ്ട, അതങ്ങ് വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാന്നാ പറഞ്ഞേ. അമർ അക്ബർ അന്തോണിയിലൊരു സീൻ ഉണ്ടല്ലോ, ഫാഷനും ഷാജി ചേട്ടൻ. എനിക്ക് സംഭവിച്ച അറിയല്ലേ, ഞാൻ കറക്റ്റം പൊങ്ങി ഞാൻ ചെന്നിട്ട് തല ഇറങ്ങിയിട്ട് വീണു. ഈ ഐഡിയ പക്ഷെ എന്റെ തലകറക്കം പാളിപ്പോയി. തലകറങ്ങായിട്ട് അവർക്ക് തോന്നിയില്ല. ഞാൻ വീണിട്ട് ഇപ്പൊ കൈയടിക്ക് എനിക്ക് വരുമല്ല എന്നുള്ളതിൽ ഞാൻ ഇങ്ങനെ ഇടങ്ങണ്ണിട്ട് നോക്കുമ്പോ ഫ്രണ്ടിൽ നിന്നൊക്കെ എന്നെ ചീത്ത തെറിയാണ്. അപ്പൊ കറക്റ്റം വലിക്കണം പറയാൻ പോടാ എനിക്ക് പോടാ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. മറിമായത്തെ കുറിച്ച് മമ്മൂക്ക എന്തെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മറിമായത്തിന്റെ സ്ഥിരം പ്രേക്ഷകരിൽ ഒരാളാണ് മമ്മൂക്ക. വേറെ എന്ത് സിനിമയോ ഒക്കെ നീ ചെയ്തോ, പക്ഷെ ഈ മറിമായം എന്ന് പറയുന്ന പ്രോഗ്രാം ഒരിക്കലും ചെയ്യാതിരിക്കരുത്. നമ്മുടെ മറിമായം കാണുന്ന ആ പ്രേക്ഷകരെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത രീതിയിൽ ഉള്ള ഒരു സിനിമ തന്നെയാണ്. കൂടെയുള്ളത് മണികണ്ഠൻ പട്ടാമ്പി, നിയാസ് ബക്കർ, അതുപോലെ തന്നെ സുധീർ പറവൂർ എന്നിവരാണ്. നമസ്കാരം. പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് പഞ്ചായത്ത് ജെട്ടി? പൊതുവിൽ കാണുമ്പോൾ നമുക്ക് കാത്തു നിൽക്കുന്ന, വോട്ടിനൊക്കെ വേണ്ടി കാത്തു നിൽക്കുന്ന കുറേ ആളുകളെയൊക്കെയാണ് നമുക്ക് പോസ്റ്ററിലൊക്കെ കാണാൻ പറ്റുന്നത്. അതുപോലെ ഒരു നേതാക്കളാണോ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ചില പോസ്റ്ററുകളൊക്കെ കാണുന്നു. എന്താണ് ശരിക്കും ഈ ഒരു പഞ്ചായത്ത് ജെട്ടി ജനങ്ങൾക്ക് വേണ്ടി? പഞ്ചായത്ത് ജെട്ടി ഒരു തുരുത്തിലുള്ള കുറേ ആളുകളുടെ കഥ പറയുന്നതാണ്. കഥയല്ല, അവരുടെ 1-2 ആവശ്യങ്ങൾ. ഇപ്പോൾ തുരുത്ത് എന്ന് പറയുമ്പോൾ ചുറ്റും വെള്ളത്താൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളുടെ അടിയന്തരമായിട്ടുള്ള 2 ആവശ്യങ്ങൾ ആണ് സിനിമ പറയുന്നത്. അപ്പോൾ പഞ്ചായത്ത് പല പേരുകളും ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പഞ്ചായത്ത് ജെട്ടി എന്നുള്ളൊരു പേര് ആണ് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയത്. അതുകൊണ്ട് പഞ്ചായത്ത് ജെട്ടി എന്ന് വെച്ചതാണ്. അപ്പോൾ ആ പ്രദേശത്തുള്ള ഒരു പഞ്ചായത്തുമായിട്ട് ചുറ്റപ്പെട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ ആളുകളുടെ അവരുടെ ലൈഫും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ അങ്ങനെ കൂടി കലർന്നിട്ടുള്ള രസകരമായിട്ട് പോകുന്ന ഒരു സിനിമയാണ്. ഇതിപ്പോൾ മറിമായം ടീമിൻ്റെ ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ള കോംബോ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു വ്യത്യസ്തത എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റും? മറിമായം എന്ന് പറയുന്നത് ഒരു ടെലിവിഷൻ പ്രോഗ്രാമാണല്ലോ. അത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. മറിമായം അല്ല സത്യത്തിൽ സിനിമ. പഞ്ചായത്ത് ജെട്ടി ഒരിക്കലും മറിമായം പോലെ നമ്മൾ ചെയ്യുന്നതല്ല, മറിച്ച് വേറെ സിനിമയാണ്. പക്ഷേ ആ സിനിമയിൽ നമ്മുടെ മറിമായത്തിനകത്ത് അഭിനയിക്കുന്ന ആളുകളെല്ലാവരും അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറിമായവും സിനിമയുമാണ് എന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് തന്നെ ചെയ്തിട്ടുള്ള സിനിമയാണ്. അതുപോലെ മറിമായം ടീം ഒന്നിക്കുന്ന 2ാമത്തെ സിനിമയല്ലേ ഇത്? അതെ. ആദ്യത്തെ സിനിമ വല്ലാത്ത പഹ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്തത് നിയാസാണ്. സ്ക്രിപ്റ്റും ഞാൻ തന്നെയായിരുന്നു. പിന്നീട് എന്നെ KV ശശി എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ത്രെഡായിരുന്നു. പിന്നീട് ഞങ്ങളതൊരു സ്ക്രീൻ ആക്കി. പിന്നീടാണ് ഞാൻ ഡയറക്ഷൻ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ എത്തി. മണിയേട്ടനായിരുന്നു സെൻട്രൽ ക്യാരക്ടർ ചെയ്തത്. ഒരു കുഴപ്പമില്ലാതെ പോയൊരു സിനിമയായിരുന്നു. ഇതിന്റെ കഥയും മണിചേട്ടൻ തന്നെയല്ലേ? കഥ ഇതങ്ങനെ ഒരു പ്രത്യേകിച്ച് കഥ പറയാൻ ഇല്ല. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള സലീം ഹസൻ ഉണ്ട്, മറ്റേ പ്യാരിജാദൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്നത്. പ്യാരിജാദൻ്റെ അയാൾ ശരിക്കും ഒരു പൊളിറ്റീഷ്യനാണ്. അപ്പോൾ മറിമായത്തിന് വരുന്ന സമയത്ത് തന്നെ പുള്ളി ഒരു ആണ്. അപ്പോൾ അയാൾ ഒരു പഞ്ചായത്തിലെ മെമ്പറായിരുന്നു. അപ്പോൾ മെമ്പറായി ഇരുന്ന ആ ഒരു കാലയളവിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് രസങ്ങൾ പുള്ളി നമ്മുടെ ഈ മറിമായം ലൊക്കേഷനിലൊക്കെ നമ്മൾ കൂടെ ഇരിക്കുമ്പോൾ പറയും. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഒരുപാട് രസങ്ങൾ പുള്ളി പറയുമായിരുന്നു. നമ്മളങ്ങനെ കേൾക്കും, അത് കഴിഞ്ഞിട്ട് അത് ചിരിച്ച് അങ്ങ് വിടും. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് കുറേ സംഗതികൾ ഇങ്ങനെ വന്നപ്പോഴാണ് നമുക്കൊന്ന് ഇതിൻ്റെ ഒരു ഇത് പിടിച്ചിട്ട് നമുക്ക് ഇത്തരം ഹ്യൂമറിൻ്റെ സാധ്യതകളും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമ ആലോചിക്കാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള ഒരു സിനിമ ആയി വന്നത്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ പിന്നെ സലീമിൻ്റെ റിയൽ ലൈഫിലുള്ള കുറേ ഇൻസിഡൻറ്റുകളുണ്ട്, രസകരമായിട്ടുള്ള ഇൻസിഡൻറ്റുകളുണ്ട്. അപ്പോൾ അതിൽ പലതും നമ്മൾ സിനിമയ്ക്കകത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾക്ക് നമ്മുടെ മറിമായം കാണുന്ന ആ പ്രേക്ഷകരെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത രീതിയിൽ ഉള്ള ഒരു സിനിമ തന്നെയാണ്. അവർക്ക് 2 മണിക്കൂർ 2.25 മണിക്കൂറോളം തിയേറ്ററിൽ വന്നിരുന്ന് നന്നായിട്ട് ആസ്വദിച്ച്
ചിരിച്ചു പോകാവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ മറിമായം ടീമിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. കാരണം മറിമായത്തിൻ്റെ ഓരോ എപ്പിസോഡുകൾ കാണുന്ന ആളുകളുണ്ട്. മറിമായം മുന്നോട്ട് വയ്ക്കുന്ന ഓരോ വിഷയങ്ങളുണ്ട്, കാലിക പ്രസക്തിയുള്ള ഒരുപാട് വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷകൾക്കൊത്ത് എങ്ങനെയായിരിക്കും പഞ്ചായത്ത് ജെട്ടി എത്തുക എന്നുള്ളത് പറയാൻ പറ്റും? അതെ, അത് തന്നെയാണ് നമ്മുടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ മറിമായത്തിനകത്ത് നമുക്ക് ഓരോ എപ്പിസോഡിനും ഒരു കൃത്യമായിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടാവും. അത് നമുക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പ്രേക്ഷകരുമായിട്ട്. സിനിമയിൽ പക്ഷേ അതിൽ ആ മറിമായത്തിനകത്ത് ചെയ്യുമ്പോൾ നല്ല രസങ്ങളും തമാശകളും കൗണ്ടറുകളും ഒക്കെ അതിനകത്ത് വന്ന് ചേരും. സിനിമയായിട്ട് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ഇത്തരത്തിലുള്ള തമാശകൾ ഉപയോഗിക്കാൻ പറ്റില്ല. സിനിമയ്ക്ക് അതിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, ഒരു എൻഡ്, ക്ലൈമാക്സ് അങ്ങനെയൊക്കെ വേണമല്ലോ. ആളുകളെ കൂടെ അങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ആ നിലയ്ക്ക് ആലോചിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും പിന്നെ നമ്മുടെ കൂടെ അഭിനയിക്കുന്നത് നമ്മുടെ മറിമായത്തിൽ തന്നെയുള്ള ആളുകളായതുകൊണ്ട് ആണ് ആ സിനിമ ഇത്ര പെട്ടെന്ന് നടന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല. കാരണം പുതിയ ആളുകളെ വെച്ചിട്ട് താരതമ്യേന ഇപ്പോൾ 1, 2, 3 പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു ചങ്കൂറ്റം സാധ്യമുള്ളൂ. പക്ഷെ എൻ്റെയൊക്കെ സത്യത്തിൽ ആകെ ഉള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ചുറ്റും നിൽക്കുന്ന നടന്മാരുടെ ബലമാണ്. അവർ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതേപോലെ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ആക്ടർ എന്താണോ കൊടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ആക്ടേഴ്സ് തരും. ആ ഒരു കോൺഫിഡൻസിന്റെ മുകളിലാണ് ഈ സിനിമ സംഭവിക്കുന്നത്. ഈ കോൺഫിഡൻസ് തന്നെയാണ് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഇതിൽ മറിമായം ടീം തന്നെ വന്നോട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. അല്ല, നമ്മളിപ്പോൾ മറിമായം ടീമിനെ വെച്ചിട്ട് ചെയ്യുക എന്നുള്ളൊരു ധാരണയൊന്നും ആദ്യം ഉണ്ടായില്ല. അപ്പോൾ സ്ക്രിപ്റ്റൊക്കെ ആയിക്കഴിഞ്ഞു. പിന്നെ ഇതിലെ ചങ്കൂറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസർ സപ്തതരംഗയുടെയും പിന്നെ ഉണ്ണിസാറിൻ്റെയും പ്രേമ സാറിൻ്റെയൊക്കെ ഇടപെടലുകളാണ്. അവരാണ് നമുക്ക് നിങ്ങൾ ചെയ്തോ, ഒരു പ്രശ്നവുമില്ല, അവർക്ക് മറിമായം ടീമിനോട് നല്ലൊരു വിശ്വാസമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യ് എന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനകത്ത് മുന്നിട്ട് ഇറങ്ങിയത്. നമ്മൾ ആദ്യം പല ആളുകളൊക്കെ നോക്കിയെങ്കിലും പക്ഷെ അതൊന്നും വർക്കായില്ല. അപ്പോൾ ഇവർ തന്നിട്ടുള്ള ഒരു ധൈര്യത്തിൻ്റെ മുകളിലാണ് സിനിമ സംഭവിച്ചത്. നിയാസ്ക്ക് നിങ്ങളൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ചില സിനിമകളായിരിക്കും ഓർത്തോർത്ത് വയ്ക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കുഞ്ഞു സിനിമകളൊക്കെ വരുന്നു, അതിനൊപ്പം നിങ്ങളുടെ ഒരു ടീമിൻ്റെ ഒരു സിനിമ വരുന്നു. അതൊക്കെ എത്രത്തോളമാണ് ഒരു പ്രതീക്ഷ നൽകുന്നത്? ഇപ്പോൾ മറ്റ് സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ പഞ്ചായത്ത് ജെട്ടിയിലേക്ക് വരുമ്പോൾ അത് നൽകുന്നൊരു പ്രതീക്ഷ എത്രത്തോളമായിരിക്കും? അല്ല, ഇതിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഞങ്ങളൊരു 14 വർഷമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ കൃത്യമായിട്ട് ഈ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും പ്രേക്ഷകരെ ഒട്ടും ബോറടിപ്പിക്കില്ല എന്നുള്ളൊരു വിശ്വാസം, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ. കാരണം ഞങ്ങൾ 14 വർഷമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ടീമാണ്. ഒരു ടീം വർക്ക് ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ പല സെറ്റിൽ പോകുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു സിനിമ കഴിഞ്ഞ് ചിലപ്പോൾ എത്രയോ സിനിമകൾക്ക് ശേഷമായിരിക്കും അതിലൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇത് ഞങ്ങൾ മാസത്തിൽ 8 ദിവസം 8 എപ്പിസോഡുകൾ ഞങ്ങൾ സ്ഥിരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. ഒരാളുടെ കണ്ണിലുള്ള എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം ഞങ്ങൾക്ക് അയാളിപ്പോൾ ഡയലോഗ് പറയുമോ ഇല്ലേ എന്നുള്ളത്. അതിൻ്റെ ടൈമിങ് ഞങ്ങൾക്ക് മുഖത്ത് നോക്കിയാൽ അറിയാം അയാളിപ്പോൾ സംസാരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഈ സിങ് സൗണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ ഈ മറിമായത്തിൻ്റെ ഒരു ടെക്നിക്കൽ ഒരു വർക്ക് ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറിമായത്തിലും ഇപ്പോൾ നമ്മളൊരു കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിച്ച് പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ് ആർട്ടിസ്റ്റുകളുടെ ഒരു ടാസ്ക്. അപ്പം അവരത് കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കാൻ ശേഷിയുള്ള ആളുകളാണ്. ഈ സിനിമയ്ക്കും നമ്മൾ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്ക്രിപ്റ്റ് നമുക്ക് കൃത്യമായിട്ട് എന്താണ് കണ്ടന്റ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സ്ക്രിപ്റ്റ് ഉണ്ട്. ഓരോ സീനും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ആർട്ടിസ്റ്റിന് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം ഇവർ തന്നിട്ടുണ്ട്. മണികണ്ഠേട്ടനും സലീമാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കൗണ്ടർ പറയാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശൈലിയിൽ അത് അവതരിപ്പിക്കാനോ ഉള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് ഞങ്ങളുടെ ഈ 14 വർഷത്തെ ഞങ്ങളുടെ പരസ്പരം ഞങ്ങൾക്ക് ആർട്ടിസ്റ്റുകൾ ആരും എങ്ങനെയാണ് ഓരോരുത്തരും അവരുടെ റേഞ്ച് ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ആ ഒരു ധൈര്യം അവർ കാണിക്കുന്നത്. അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ടർക്ക് അല്ലെങ്കിൽ മറ്റൊരു ഡയറക്ടർ ചിലപ്പോൾ നമ്മളെ ഇത്ര കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പൊ ആ ഒരു മനസ്സിലാക്കൽ ഇവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വളരെ ഫ്രീ ആയിട്ട് അഭിനയിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. ഒരു പാട്ടൊക്കെ ഉണ്ടോ ഇതിൽ?
പൊതുവിൽ ഞങ്ങൾ കാണുമ്പോൾ പാട്ടാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. ഇതിൽ പാട്ട് അമ്മാവനാണ്. പാട്ടോറുണ്ട്, അത് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അന്ന് ഇതിന് വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ ഉണ്ടാക്കി സ്പോട്ടിൽ വെച്ചൊന്നും ഉണ്ടാക്കി പാടി. അതില് ഒരു ബസ്സിലെ സീൻ ഉണ്ടായിരുന്നു, ബസ് യാത്ര. അപ്പൊ അന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞതിൽ ഒരു സോങ് ഒക്കെ ഉണ്ടെങ്കിൽ രസമായിരുന്നു അല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സുധീറൊക്കെ ഉണ്ട് ബസ്സിൽ എല്ലാവരും. അപ്പോ എല്ലാവരും ഈ പഞ്ചായത്തിലെ കുറെ കഥാപാത്രങ്ങളാണ്. സുധീറ, നീ ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ഒരു വേറൊരു പാട്ടിനെ കുറിച്ച് ചിന്തിക്കണ്ട, നീ ഇഷ്ടംപോലെ പാരഡി പാടുന്ന ഒരാളല്ലേ, നിനക്കൊരു 4 വരി ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പാട്ട് വേണമെങ്കിൽ ഞാൻ ഉൾപ്പെടുത്താം, നമുക്ക് മണിയേട്ടനോട് പറയാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് അപ്പൊ സംസാരിച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇയാള് 4 വരിയല്ല, ഇയാള് പല്ലവിയും അനുപല്ലവിയും ചരണം ഒക്കെ ഇതെങ്ങനെയാണ് ഈ സ്പോട്ടിൽ ഇങ്ങനെ ഒരു പാട്ട് പണ്ട് പാടാറുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ അതിലൂടെ തന്നെയാണോ ഈ പാട്ടെഴുത്തും പെട്ടെന്നുള്ള സ്പോട്ടിൽ ഉണ്ടാക്കലും? അങ്ങനെ എടുത്തെന്ന് പറയാം, എഴുതാനിരുന്നാലും ചിലപ്പോൾ കിട്ടുന്നില്ല. ചില സമയത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ മീറ്ററിൽ സാധനം കിട്ടും. ഏതെങ്കിലും ഒരു പാട്ടിന് ഏതെങ്കിലും ഒരു പോർഷൻ കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ അത് വെച്ചിട്ട് ഇപ്പൊ അന്നേരം ഇത് പറയുമ്പോ പഞ്ചായത്ത് ചെട്ടി എന്നുള്ള ഇതിൽ വരുന്നത്. അപ്പൊ ഞങ്ങൾ ബസ്സിന് പോകുമ്പോ ഇടന്ന ഒരു വേറൊരു പാട്ടുണ്ടാക്കി, ഏതെങ്കിലും ഒരു പാട്ട് പാടിയെന്നാ പറഞ്ഞത്. താളം പിടിച്ച് പാടാൻ മണിയേട്ടൻ പറഞ്ഞു, എന്തെങ്കിലും പാട്ട് പാടി കൈയടിക്കുന്ന പറയില്ല. അപ്പൊ ഒരു പാരഡി നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ തന്നെ ഞാൻ അവിടെ എനിക്ക് പാട്ട് പഞ്ചായത്താണല്ലോ. അപ്പൊ നേരെ ദിലീപേട്ടന്റെ പടത്തിലൊരു പാണ്ടിപ്പടലൊരു പാട്ട്, പഞ്ചായത്തിലെ ആ ഒരു പാട്ടിനെ വെച്ചിട്ട് 4-5 പേര് എഴുതിയായിരുന്നില്ല. അത് സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? സിനിമയിൽ അതായിട്ട് ഉപയോഗിച്ചിട്ടില്ല. പ്രൊമോഷണൽ ഭാഗമായിട്ടൊക്കെ മറന്നിരിക്കുകയാണ് എന്റെ 2 പേര്. ഈ പഞ്ചായത്തിൽ ജെട്ടിയിലേക്കുള്ള വണ്ടിയതാ, നറുപുഞ്ചിരി തൂകുന്ന റൂട്ട് പിടിച്ചൊരു വണ്ടിയതാ ഞങ്ങളിങ്ങനെ കുറച്ച് പാടും. മായം കൊണ്ടുണ്ടാക്കും മായങ്ങൾ ചേർക്കാത്ത വണ്ടിയതാ. ഒരു കാലത്ത് ഈ പാരഡി ഭയങ്കരമായിട്ട് ഹിറ്റായി നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങ് കുറഞ്ഞു. ആ സമയത്താന്ന് തോന്നുന്നില്ല ചേട്ടന്റെ പല സമയത്ത് പിടിച്ചു. ഈ ഒരു കാലഘട്ടത്തില് അങ്ങനെ ഒരു ഇത് കിട്ടി പെട്ടെന്ന്. പാരഡി എന്ന് പറഞ്ഞ് വന്നതൊന്നുമല്ല. പിന്നെ നിയാസക്കയുടെ ഒപ്പവും പിന്നെ മണിചേട്ടനൊക്കെ അറിയാം, മറിമാത്രയുടെ അല്ലാതെയൊക്കെ സിനിമയിലൊക്കെ ഉള്ളതാണ്. അപ്പൊ നിയാസക്കായിട്ട് ഒത്തിരി പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പാട്ടൊന്നും അങ്ങനെ ഗ്രൂപ്പിലൊക്കെ പാടുന്നല്ലാണ്ട് അങ്ങനെ പാരഡി പാട്ടുകാരൊന്നും ഇല്ലല്ലോ. ആ സമയത്ത് എപ്പോഴും പിഷാരുടെ ഒരു പരിപാടിയിൽ അങ്ങനെ 2 പാടി കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ പാരഡിയിലോട്ട് അങ്ങനെ പോവാന്നുള്ളതിലും ബാധ്യത പോലെ. ഈ ഒരു മേഖലയിൽ അധികം ആളുകൾ വന്നിട്ടില്ല. വി.ഡി. രാജപ്പൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ നാദുക്കയാണ് ഇത് കുറേ കൂടി അവസാനിച്ചത്. പിന്നെ അതങ്ങനെ പിന്നെ കുറഞ്ഞു. ഇനിയിപ്പോ റീൽസ് ഒക്കെ 4 വരിയൊക്കെ മതിയല്ല. അപ്പൊ അത് വെച്ച് അങ്ങനെ റീൽസ് വന്നോടുകൂടിയാ രക്ഷപ്പെട്ടത്. ക്ലിഞ്ഞോ ക്ലിഞ്ഞോ സൗണ്ടുള്ള തത്ത അല്ലേ? അതല്ല ഇപ്പൊ ഭയങ്കര ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നത്. 8 വർഷത്തോളം ഇപ്പൊ അത് കഴിഞ്ഞിട്ട്, പക്ഷെ ഇപ്പോഴത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഈ മറിമായം തുടങ്ങുന്ന സമയത്ത് ഇപ്പം മറിമായം വർഷങ്ങളായി ഇപ്പം ആ ഒരു സംഭവം നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. മറിമായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊതുവിൽ ഇപ്പോൾ കേൾക്കുന്ന ഒരു വിമർശനങ്ങൾ എന്ന് പറയുന്നത് കോമഡികൾ സംഭവിക്കുമ്പോൾ അതിൽ ദ്വയാർത്ഥങ്ങളുണ്ട്, ബോഡി ഷെയ്മിംഗ് ഉണ്ട്. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പൊതുവിൽ കേൾക്കുകയും അത്തരത്തിലുള്ള കമൻറ്റുകൾ വരാറുമുണ്ട്. അതിൽ നിന്നാണ് മറിമായം വ്യത്യസ്തമാകുന്നത്. മറിമായത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ച് കണ്ടിട്ടില്ല ഇതുവരെ. ഒരു ബോഡി ഷെയ്മിങ്ങോ അങ്ങനെ ദ്വയാർത്ഥങ്ങളോ ഒന്നും സംഭവിക്കാറില്ല. ഇത് മനഃപൂർവ്വം നിങ്ങൾ അത് ചെയ്യുമ്പോഴാണെങ്കിലും ഇതൊക്കെ സൂക്ഷ്മമായി നോക്കി തന്നെയാണോ ഇത് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ഒരു സമൂഹത്തിൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മാസ് ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് വലിയ ആശയങ്ങളോ അല്ലെങ്കിൽ വലിയ മെസ്സേജുകളൊന്നും ഭീകരമായിട്ട് ആളുകളിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഒരു സൊസൈറ്റിയെ നശിപ്പിക്കരുത് എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതുപോലെയുള്ള ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ പരിപാടികൾ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സംഗതികൾ പറഞ്ഞിട്ടുള്ള ചിരി വേണ്ട. അതല്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ഈ ഒരു വിഷയം എടുത്ത് അതിനകത്ത് എങ്ങനെ ഹ്യൂമർ ചേർത്ത് അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ പോയത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് പോലും എല്ലാവരും ഈ പറയുന്ന പോലെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇത് എങ്ങനെയെങ്കിലും വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ നമുക്ക് പറ്റുന്നതല്ല, അത് മാറ്റും. അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും അത് ബോധപൂർവം അത്തരം സംഗതികളെയൊക്കെ നമ്മൾ മാറ്റിയിട്ട് തന്നെയാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ മുതൽ വയസ്സായിട്ടുള്ള ആളുകൾക്ക് വരെ ഒരേ സമയം അവർക്ക് കണ്ട് ആസ്വദിച്ച് ചിരിച്ച് പോകാവുന്ന, അവരെ നമ്മൾ പറ്റിക്കുന്നില്ല എന്നുള്ള തോന്നൽ അവർക്കുണ്ടാവുന്നു.
അപ്പോൾ പലതും കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മൾ പറ്റിക്കപ്പെടുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ മറിമായത്തിൻ്റെ എപ്പിസോഡുകൾ പിന്നെ ആളുകൾ പിന്നെ എങ്ങനെ നമ്മൾ മഷിയിട്ട് നോക്കിയാൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള സംഗതികൾ കാണാൻ പറ്റില്ല. അത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചതിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ അങ്ങനെ വർക്ക് ചെയ്ത് തന്നെയാണ്. ഇത് 3 പേരുള്ള പലതും ഈ ഒരു ഹ്യൂമർ ഒരു എന്താ പറയാ, നമ്മളൊരു തമാശ പ്രോഗ്രാം പോലെ മറിമായത്തിനെ കാണാൻ പറ്റില്ല. വരുന്ന കണ്ടന്റ് ഒക്കെ പലതും വെരി സീരിയസ് ആണ്. അതുകൊണ്ടാണ് അതായത് ചോദിക്കാൻ വരികയാണ്. കാരണം കാലിക പ്രസക്തിയുള്ള കാര്യങ്ങളാണ്, രാഷ്ട്രീയമായിക്കോട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആ ഒരു തമാശ രൂപത്തിൽ നമ്മളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. ആ സമയത്ത് എന്തായാലും ഒരു ഭീഷണിയൊക്കെ വരാനുള്ള സാധ്യതകളില്ലേ? അത്തരത്തിലുള്ള ഭീഷണികളൊന്നും വരാറില്ല. ഇതിപ്പോ നമുക്ക് തന്നെ നമ്മൾ പൂർണ്ണരല്ലല്ലോ. നമ്മൾ മറ്റൊരാളെ പറയണെങ്കിൽ നമ്മൾ പൂർണ്ണരാവണം. ഇത് നമുക്ക് നേരെ തന്നെയുള്ള ഒരു ചൂണ്ടുവരലാണ്. അപ്പോ ഇത് കാണുന്ന ആളുകള് അവർക്ക് നേരെ ചൂണ്ടുമ്പോഴും അവരത് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പൊ നമുക്കൊരു ഭീഷണി വരാത്തതിന്റെ ഒരു കാര്യം സമൂഹത്തിലെ ഒരു വ്യക്തിയാണ് നമ്മൾ. എങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികളെ, രാഷ്ട്രീയ നേതാക്കളെയൊക്കെയാണ് പാരലൈസ് ആയിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അത് കാണുന്നവർക്കൊന്നും മനസ്സിലാവുകയും ചെയ്യും. അത്തരത്തിൽ മനുഷ്യരാണ്. പിന്നെ രാഷ്ട്രീയം അതിന് ശേഷം വന്നത്. അതിന്റെ അപ്പുറത്ത് മനുഷ്യരാണല്ലോ. അതിന്റെ അപ്പുറത്ത് ആളുകൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല. ആളുകൾ ഇതൊക്കെ എന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. ഒരു പ്രോഡക്റ്റ് കിട്ടിക്കഴിയുമ്പോൾ അത് എങ്ങനെ ആസ്വദിക്കണം, ഏത് രീതിയിൽ ആസ്വദിക്കണം എന്നൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാം. അപ്പോൾ ആ നിലയ്ക്ക് ഉള്ള ഒരു സംഗതികൾ നമുക്ക് വന്നിട്ടില്ല. ഇപ്പോൾ നമ്മളെന്തോ ഇപ്പോൾ 10, 13, 14 വർഷമായി. അപ്പോൾ ഈ വർഷത്രയും ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ആളുകളുടെ അടുത്ത് നിന്നുള്ള ഒരു ഭീഷണിയോ അല്ലെങ്കിൽ നിങ്ങൾ ആ ചെയ്തത് ശരിയായില്ല, അത് ഭയങ്കര മോശമായി പോയി എന്നുള്ള അതോ വന്നിട്ടില്ല. അത് വരാത്തതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ സാധനം പറയുന്നതിനകത്ത് അതിൻ്റെ ഒരു എൻഡിങ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ എൻഡിങ്ങിൽ പിന്നെ ശരിയോ അതങ്ങനെയാണ് എന്നുള്ള തോന്നല് ഈ പ്രേക്ഷകന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ട് നമ്മൾ വിമർശിക്കുകയാണെങ്കിൽ പോലും ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്ക് അറിയാതെ അവർ ആ നിലയ്ക്കാണ് അത് ആസ്വദിക്കുന്നത്. പക്ഷേ നമ്മളും ആ സ്ഥാനത്ത് ഇരുന്നാൽ ഒരു പക്ഷെ അതേപോലെ ആയി പോയേക്കാം. ഈ നമ്മൾ വിമർശിക്കുന്ന നമ്മൾ തന്നെ ആ സ്ഥാനത്ത് കയറി ഇരിക്കുമ്പോൾ നമ്മളും ആയി പോയേക്കാം അങ്ങനെ. അപ്പോ ഇത് ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. പക്ഷെ ഇതിനെ ചൂണ്ടി പറയാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ 100% അത് അതിലേക്ക് തന്നെ പോകും. അപ്പോ ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മാധ്യമത്തിലൂടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസരമുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നു, പറയുന്നു, ചൂണ്ടിക്കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതൊന്നും ഇവിടെ ഇതുകൊണ്ടൊന്നും അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള പ്രസംഗങ്ങളും പുസ്തകങ്ങളും കൊണ്ട് ഇവിടെ മാറ്റം ഉണ്ടാവണ്ടേ? അപ്പൊ അങ്ങനെയില്ല. എങ്കിലും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അതിന്റെ ഒരു ഭാഗമാവുന്നു എന്നേ ഉള്ളൂ. ഇത് കേൾക്കുന്നവർക്കും മനസ്സിലാവുന്നുണ്ട്, മാറ്റാൻ മാറ്റുന്നുമുണ്ട്, വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ കുറെയൊക്കെ അത് അഡ്ജസ്റ്റഡ് ആവും. അവരും അത് ആസ്വദിച്ചുകൊണ്ട് തന്നെ അതിന്റെ സത്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറിമായത്തിന്റെ ഏറ്റവും വലിയൊരു വിജയം. മണിയണ്ണ ചേട്ടനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. മണിയണ്ണ ചേട്ടനെ കാണുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നത് ആ മീശ മാധവനിലെ ആ സീനാണ്. ആ വലിയ വെടി 4 പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്ന ആ ഒരു സീന് ശരിക്കും ചെറിയൊരു സീനാണ്. പക്ഷേ ചേട്ടനാണ് അതിൽ നമുക്ക് ജഗതി ചേട്ടൻ്റെ കൂടെ കാണുമ്പോൾ ചേട്ടൻ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് ഓരോ സമയങ്ങളിലും. എനിക്കൊന്ന് വിഷുവിൻ്റെ സമയത്തൊക്കെ കൃത്യമായി വരുന്ന ഒരു റീല് കൂടിയാണത്. ചേട്ടൻ എങ്ങനെയായിരുന്നു ആ ഒരു സീനിൽ കറക്റ്റ് എത്തിപ്പെടുന്നത്? ശരിക്കും ആ സീൻ അതിൽ ഉണ്ടാവില്ലായിരുന്നു എന്നുണ്ടായിരുന്ന ഒരു സീനാണ്, എഡിറ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് ഞാൻ ഏതിലൊക്കെയോ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവർ പലതും നമുക്ക് വേണ്ട, സമയം ഒരുപാട് ലെങ്ത്തൊക്കെ കൂടി വരുമ്പോൾ ചിലതൊക്കെ വേണ്ട നമുക്ക് ഇത് മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ടത്തിലുള്ള ഒരു സീനായിരുന്നു സത്യത്തിൽ അത് എഡിറ്റ് ചെയ്ത് കളയാൻ. അപ്പൊ അതിൽ ഞാൻ അതിന് മുമ്പ് ഈ മീശമാധവനിൽ അഭിനയിക്കുന്നതിന് മുമ്പ് മൺകോലങ്ങൾ കൊണ്ട് പടം ചെയ്തിരുന്നു. അപ്പൊ ആ പടം അതിന്റെ എഡിറ്ററും പിന്നെ ലാജു സാറൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലാലുചേട്ടനാണ് പറഞ്ഞത് അവനൊരു സിനിമയിൽ നായകനൊക്കെ ആയിട്ട് അഭിനയിച്ച ആളാണ്, അവനാകെ ഒരു ക്ലോസ് ഒക്കെ ആയിട്ടാണ് അതിനകത്തുള്ളൂ, അപ്പൊ അത് കട്ട് ചെയ്ത് കളയണ്ട, അതങ്ങ് വെച്ചേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചതാന്നാ പറഞ്ഞേ. പക്ഷെ അതിലെ ഹ്യൂമർ സീനുകളിലെ വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു സീനാണ്, രസകരമായിട്ടുള്ള സീനാണ്. ഈ മൺകോലങ്ങൾ റിലീസ് ആയിരുന്നില്ലല്ലോ, അതിലൊരു വിഷമം തോന്നിയിരുന്നു ആദ്യ സിനിമ നായകനായ സിനിമ. വിഷമിച്ചിട്ടൊന്നും കാര്യമില്ലെന്തേ. പക്ഷെ അതിന് അവാർഡ് കിട്ടിയില്ലേ? അവാർഡ് കിട്ടിയിരുന്നു. അവാർഡ് കിട്ടി, അതിന്റെ ഡയറക്ടർക്ക് അവാർഡ് ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റിനും ഇല്ലേ? മണിയേട്ടനല്ലേ? ഇല്ല. പിന്നെ മണിയേട്ടനല്ലേ സ്ക്രിപ്റ്റ്? അതെ, ഞാനും പിന്നെ എന്റെ സുഹൃത്തുണ്ട് വിജു വർമ്മ എന്ന് പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു. പിന്നെ നമ്മുടെ IFFK അതിന് പിന്നെ ഒരു ഫിപ്രസി അവാർഡ് ഉണ്ടായിരുന്നു. പിന്നെ ധാക്ക ഫെസ്റ്റിവലിൽ നടന്നിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ നല്ല ചിത്രത്തിനുള്ള അവാർഡ് ഉണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് ആ സമയത്ത് ഒരു പബ്ലിസിറ്റി കിട്ടാതെ പോയി.
പിന്നെ അന്ന് ഇത്രയും ആയില്ല, അത് 2000-ലാണത്. ഇതല്ല. അന്ന് നമുക്ക് ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ലൈവ് അല്ലല്ലോ. വിഷമം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്, അങ്ങനെയാണത്, നമ്മളത് മനസ്സിലാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അല്ല നമ്മളിപ്പോഴും ഇവിടെ ഉണ്ടല്ലോ, കാര്യമില്ല. അതല്ല യേസ്കയുടെ കാര്യം പറയാം. യേസ്ക വെങ്കലത്തിലായിരുന്നു ആദ്യമായിട്ട് ഈ മുഖം കാണിച്ചത്. മുഖം കാണിക്കുന്നത്. അത് എനിക്ക് ഏറ്റവും വലിയൊരു അവാർഡാണ്. കാരണം ഭരതേട്ടന്റെ സിനിമയില് നമുക്ക് ഒരു 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 സീൻ കിട്ടുക എന്നുള്ളത് വലിയ കാര്യമല്ലേ. പക്ഷെ തമാശക്ക് പോയി ലൊക്കേഷനിൽ നിൽക്കുന്നു, അവിടുന്ന് ഒരു അവസരം കിട്ടുകയാണ്, പിടിച്ചോ. അതിനുശേഷം ഈ അഭിനയത്തിലേക്ക് തന്നെ അങ്ങ് പിടിച്ചു നിൽക്കാൻ തോന്നുന്നുണ്ട്. അല്ല, അത് ശരിക്കും നമ്മുടെ ഉള്ളില് ചിലപ്പോ ഒരു നമുക്ക് എന്താ പറയാ, നമ്മുടെ ഒരു ജീൻ എന്ന് പറയില്ലേ, വാപ്പ ഈ രംഗത്തുള്ളതിന്റെ, അപ്പൊ അതിന്റെ ഒരു ജനറ്റിക് സ്വഭാവം നമ്മളിൽ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇതിനോടൊരു താല്പര്യമൊക്കെ നമുക്ക് ജനനം മുതലേ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും നമ്മൾ ഇതിന് പുറകിലേക്ക് എങ്ങനെ വരുന്നത്. അപ്പൊ അന്ന് മുതലേ ഈ സ്റ്റേജ്, ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റേജ് പ്രോഗ്രാംസുകളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഭരതേട്ടന്റെ അത് നമ്മളന്ന് ചെറുതുരുത്തിയില്, നമ്മുടെ നാട്ടിൽ വടക്കാഞ്ചേരി അടുത്ത് ചെറുതുരുത്തി കോഴിയാമ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്, അതിന്റെ ആ ഗ്രൗണ്ടിലൊക്കെ ഷൂട്ട് നടന്നിരുന്നു. അപ്പൊ ഞാനും നവാസും പോയിണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങളിങ്ങനെ വാപ്പാടെ ഇന്റിമേറ്റ് ഫ്രണ്ടിൽ ഒരാളാണ് വാപ്പ, മറ്റേ ഭരതേട്ടൻ. അപ്പോ അന്ന് അവിടെ ചെന്നിട്ട് ഞങ്ങളിങ്ങനെ പറയുകയൊക്കെ ആടാ, അപ്പൊ ഒരു ബ്രേക്ക് ടൈമാ ഞങ്ങളെ കൊണ്ട്, ഞാനും നവാസും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ അറിയാം വെറുതെ. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു തമാശക്ക് കാണിക്കും. അത് മുരളിച്ചേട്ടനും മനോജ് കെ ജയൻ, അതേപോലെ ഒരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ ഒന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു വലിയ അവസരം ഞങ്ങൾ ശരിക്കും മുതലെടുത്തു. ഞാനും നവാസും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് മുരളിച്ചേട്ടനൊക്കെ പല സ്ഥലത്തും വെച്ചിട്ട് എന്നെ കൊണ്ട് അത് ആവർത്തിപ്പിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നൊരു ഇപ്പൊ ചെയ്ത് അത് ഭയങ്കര വൈറലായി ഒരിടയ്ക്ക്. വാങ്ങനതും പിന്നെ വേറെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി അന്ന് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതെ, അത് മുരളിച്ചേട്ടൻ പല സ്ഥലത്ത് എന്നെ കാണുന്ന പല സ്ഥലത്ത് വെച്ചിട്ടും ഇത് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു തുടക്കം. വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് ഞാൻ. ഭരതേട്ടന്റെ ഒരു പടത്തില് ഒന്ന് മുഖം കാണിക്കാൻ പറ്റിയത് പോലും വലിയ ഭാഗ്യല്ലേ. ഭരതേട്ടന്റെ സ്നേഹം മാത്രമല്ല, സിനിമയിലെ സ്നേഹം ഉണ്ടായിരുന്നു, ഇഷ്ടത്തില് പ്രത്യേക സീനുകൾ ഉണ്ടായിരുന്നു എന്നാണല്ലോ കേട്ടത്. തീർച്ചയായിട്ടും. പിന്നെ ഒരു ക്യാരക്ടർ റോള് കിട്ടിയത് സ്വപ്ന സഞ്ചാരി എന്ന് പറഞ്ഞ പടത്തിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട് നിയാസ്. ഒരു ആദിവാസി. ഇഷ്ടത്തില് ഇദ്ദേഹത്തിനായി ആദ്യം ഇല്ലാത്ത ഡയലോഗുകൾ പിന്നെയും കൂട്ടിച്ചേർക്കുകയായിരുന്നു കേട്ടത്. അതെ അതെ അതെ. അന്ന് കലോര സാറായിരുന്നു എന്റെ സ്ക്രിപ്റ്റ്. അപ്പൊ അദ്ദേഹം അത് ഫസ്റ്റ് 1-2 ഇതൊക്കെ ചെയ്ത് നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടിയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. നമ്മുടെ ആ ഒരു ക്യാരക്ടർ, അതിലാണ് ഒരു ക്യാരക്ടർ റോൾ എനിക്ക് കിട്ടുന്നത്. ഇഷ്ടമാണോ വഴിത്തിരിവായത്? അതെ അതെ, തീർച്ചയായിട്ടും. അതിനുശേഷമാണ് കംസാറിന്റെ ഗ്രാംഫോൺ എന്നുള്ള പടമൊക്കെ അങ്ങനെ തുടർന്ന് കുറച്ച് സിനിമകൾ ചെയ്യാൻ പറ്റിയത് അങ്ങനെയാണ്. ഈ ഫസ്റ്റ് പെർഫോമൻസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ അമർ അക്ബർ അന്തോണിയിലൊരു സീൻ ഉണ്ടല്ലോ, പാഷനും ഷാജി ചേട്ടൻ ഈ സ്റ്റേജിലേക്ക് മയങ്ങി വീഴുന്ന ഒരു സാധനം, ആ സെയിം സാധനം ചേട്ടൻ ഏതോ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട്. ആണോ? എനിക്ക് സംഭവിച്ച അറിയല്ലേ, പാഷാണം ചെയ്ത വേഷമില്ലേ. അതായത് ഞാനൊരു സ്കൂളിലെ കൊച്ചുങ്ങള് മത്സരിക്കുന്നുണ്ട്, ഈ മിമിക്രി മത്സരം. ഒരു കുറെ പേരൊക്കെ വലിയ പിള്ളേരൊക്കെ ഒന്ന് ചെയ്ത് പോയി. എൻ്റെ ബാക്കിലൊരു പയ്യൻ വന്നിട്ട് നേരെ വന്ന് തലറങ്ങിയോട് വീണ് സ്റ്റേജിൽ. അപ്പം എല്ലാവരും കൂടെ എഴുന്നേറ്റ് ചാടി ഓടിയൊക്കെ ചെന്ന് അങ്ങനെ ബഹളം ഇതായി. കുറച്ച് ടൈമിനുള്ള ചാടി എഴുന്നേറ്റിട്ട് നമ്മളൊരു ആദ്യമായിട്ടൊരു കൊച്ചുകുട്ടി വേദിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കര കയ്യടി ഇത്. അപ്പൊ ഞാനിത് മനസ്സിൽ വെച്ചിട്ടുണ്ടോ, അന്നെല്ലാവരും സൗണ്ടൊക്കെ ഞാൻ ചെയ്യാന്നൊരു എൻ്റെ വീടിൻ്റെ അടുത്ത് നാട്ടിലൊരു പള്ളി പരിപാടി. അപ്പൊ അവിടെ രാവിലെ തൊട്ട് മിമിക്രി മത്സരമൊക്കെ കഴിഞ്ഞ് വെക്കുകയാണ്. കുറെ പേരുടെ ഫസ്റ്റൊക്കെ കൊടുത്ത് വിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും അതിൻ്റെ കഴിഞ്ഞ് നാടകം തുടങ്ങാൻ പോവാണ്. ഒരു 5 മിനിറ്റ് ഇപ്പൊ ഉള്ളപ്പോഴും എന്നെ വെല്ലിച്ചന്റെ മക്കളാണ് കൊണ്ടുപോകണം എല്ലായിടത്തും. അപ്പൊ എന്നെയും കൊണ്ട് ഇവര് പോയി പാടാ അവിടെ ഒരു നീ കയറണം, മറ്റൊരു മിമിക്രി കഴിഞ്ഞിട്ട് ഇപ്പൊ ഓഡിയൻസ് ഉണ്ട്, അപ്പൊ അവിടെ നീ ചെയ്തോളാൻ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് ബാക്കി വിളിച്ചപ്പോൾ കമ്മിറ്റിക്കാരെ വിളിച്ച് ചേട്ടാ ഇവനൊരു മിമിക്രി ഉണ്ട്, ഈ നാടകം തുടങ്ങുമ്പോൾ നടക്കൂലെന്ന് പറഞ്ഞാൽ നാടകക്കാരോട് ചോദിച്ചാൽ കൊച്ചല്ല അവൻ കയറിക്കോട്ടെ, അവന് കുഴപ്പമൊന്നുമില്ല, നമ്മളല്ല തടിമാടൻ കൂട്ടി വെക്കണം അന്നും. അപ്പൊ 5 മിനിറ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഓഡിയൻസ് ഇവിടം തൊട്ടങ്ങോട്ട് നിറച്ച് തിങ്ങിയിരിക്കുന്ന ആൾക്കാർ നാടകം കാണാൻ. ചുറ്റും മതിൽക്കെട്ടൊക്കെയാണ്, നമുക്ക് സൈഡൊന്നുമില്ല പോകാനായിട്ട്. നേരെ ഞാൻ കരട്ടം പൊങ്ങി ഞാൻ ചെന്നിട്ട് തല ഇറങ്ങിയിട്ട് വീണു. പക്ഷെ എന്റെ തല ഇറങ്ങാൻ പാളിപ്പോയി. തല ഇറങ്ങാനായിട്ട് അവർക്ക് തോന്നിയില്ല. ഞാൻ വീണിട്ട് ഇപ്പൊ കൈയടിക്ക് എനിക്ക് വരുമല്ല എന്നുള്ളതിൽ ഞാൻ ഇങ്ങനെ ഇടങ്ങണ്ണ് ഇട്ട് നോക്കുമ്പോ ഫ്രണ്ടിൽ നിന്നൊക്കെ എന്നെ ചീത്ത തെറിയാണ്. അപ്പൊ കരട്ടം വലിക്കണം വരാൻ പോടാ എനിക്ക് പോടാ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. ഞാനിട്ട് ഇവിടെ എഴുന്നേക്കണോ മരിക്കണോ മുട്ട് ചത്തുകൾ ഇങ്ങനെ അവിടെ
ഇതിൽ വന്ന് പറയണ്ടേ ഇതാണ് ആദ്യമായിട്ട് കൊച്ചുകുട്ടി എന്ന് പറയണ്ടേ ചെയ്യുന്നതെന്ന് പറയാനോ സമ്മതിക്കണം അത്ര എന്നിട്ട് അവിടെ എഴുന്നേറ്റ് ചെന്ന് ഇതാണ് ആദ്യമായിട്ടൊരു കൊച്ചുകുട്ടി ഞാൻ ഓടി ബാക്കി പോയി അവിടെ നിന്ന് കരഞ്ഞ് അന്ന് അവസാനിപ്പിച്ച മിമിക്രി ഇനി ഇല്ല കാരണം വിജയിക്കില്ല. പിന്നെ നാടകം തുടങ്ങി ലൈറ്റൊക്കെ ഓഫായതിനു ശേഷം ഇതിൽ കൂടി തന്നെ അവിടെ പോകാനായിട്ട് വേറെ വഴിയില്ലല്ലോ. ആരും കാണാതെ വിളിച്ച് വെല്ലിച്ചന്റെ മക്കളൊക്കെ വിട്ട് കളഞ്ഞതിന് മുമ്പ് തന്നെ പിന്നെ എപ്പോഴും ഒരു പരിപാടിക്ക് കയറിയിട്ട് ആ ക്ഷീണം തീർത്ത് തരണം. പിന്നെ ആ ഐറ്റം പിന്നെ അപ്പൊ അത് ഞാൻ ബിബിൻ ജോർജിനോട് ഇടക്ക് വീട്ടിൽ വരുമ്പോ കൂടിയിരിക്കുമ്പോ അത് പറയുമ്പോ ചിരിക്കുമായിരുന്നു. അപ്പൊ ആ സീനാണ് നേരെ സിനിമയിലേക്ക് എത്തിയത്. സ്വന്തം കഥ തന്നെയാണല്ലേ. ഇപ്പൊ ചേട്ടനിലേക്ക് വരുമ്പോ അച്ഛനിറങ്ങാത്ത വീട്ടിലെ ആ ഒരു ബസ് ക്ലീനറുടെ ആ ഒരു വേഷം ശരിക്കും ചേട്ടന്റെ ചില സമയത്ത് നോട്ടൊക്കെ കണ്ടപ്പോ ഞാൻ തന്നെ വെറുത്തു പോയിരുന്നു ചേട്ടൻ. അത് ശരിക്കും ചേട്ടൻ്റെ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ആയിരുന്നില്ല, ചെറിയൊരു പോർഷൻ ആണെങ്കിൽ കൂടി. ചെറിയ പോർഷൻ ഇപ്പൊ നമ്മൾ സിനിമയിലൊക്കെ ചെറിയ പോർഷനിൽ കുറേ സിനിമയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ചെയ്യുന്ന സിനിമയൊക്കെ ഒരു 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 10-50 ദിവസമൊക്കെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആളുകളിലേക്ക് റീച്ച് ആയാലും മാത്രമേ ഈ ചെയ്യുന്ന ആൾക്കും വാല്യൂ ഉള്ളൂ. അങ്ങനെ സംഭവിച്ചില്ല. അപ്പൊ അങ്ങനെ സംഭവിക്കാത്രത്തോളം കാലം ഈ ചെറിയ വേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കേണ്ടി വരും. അതാണ് അതിന്റെ കാര്യം. പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതല്ലേ. അതെ, അതൊക്കെ നല്ലത്. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു വളർച്ചയുടെ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു പൊസിഷനിലേക്ക് അതൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ അതൊക്കെ ആളുകൾ എടുത്ത് പറയുന്നതാണ്. അപ്പൊ അതൊക്കെ വലിയ സന്തോഷമാണല്ലോ. അച്ഛനങ്ങാത്ത വീട്ടിൽ എന്നോട് ലാൽചേട്ടൻ പറഞ്ഞ എന്താ വെച്ചാൽ, എടാ നിനക്ക് പറ്റിയ ഒരു സാധനം വന്ന് ചാടിയിട്ടുണ്ട്, അപ്പൊ അത് നീ തന്നെ ചെയ്തോ, അതാ നല്ലത്. അപ്പൊ അവിടെ ചെന്ന് നോക്കി നോക്കുമ്പോൾ ഉണ്ടാക്കണ്ണു എന്തൊക്കെ കിട്ടും, അങ്ങനെയൊക്കെയുള്ള രീതി വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, ആ നോട്ട കാരണം ആ കണ്ണിന്റെ ആ ഒരു പോർഷൻ, ചേട്ടന്റെ കണ്ണിന്റെ ആ ഒരു പോർഷൻ, ആ ഒരു നോട്ടം, അതൊക്കെ എങ്ങനെയായിരുന്നു ഒരു ചോപ്പിച്ചിട്ടൊക്കെ. അത് പക്ഷെ അത് വർക്കൗട്ട് ആയില്ല സത്യത്തില്. അത് മറ്റേ ഈ ചുണ്ടപ്പൂ ഇല്ല നമ്മുടെ കഥകളിക്കൊക്കെ, ആ ചുണ്ടപ്പൂവൊക്കെ ഇട്ടിട്ടൊക്കെ ചോപ്പിച്ചു. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ എന്താ വെച്ചാൽ ഇതിന്റെ ഈ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടേ. അപ്പൊ ഇത് വീണ്ടും വീണ്ടും ഇടണം. അപ്പൊ ചിലപ്പോൾ അടുത്ത ഷോട്ടിലേക്ക് ഇത് കൂടുതലായി പോകും. പിന്നെ കുറച്ച് ഇടാതെ വന്ന് നോക്കി നോക്കുമ്പോൾ ഇത് ചിലപ്പോൾ അടുത്ത കുറച്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ചോന്ന് വരാൻ സമയം എടുക്കും. പിന്നെ എങ്ങനെയൊക്കെ അതങ്ങ് പോയി. ശരിക്കും സലീമേട്ടൻ ഞെട്ടിച്ചൊരു പടം കൂടിയായിരുന്നു. പിന്നെ ആ ഒരു ഇമോഷൻസ് ഒക്കെ കൊണ്ടുവന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഈ ചെയ്യുന്ന സാധനം ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ മറിമായം ഇപ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസ് ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ആളുകളുണ്ട്, കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. ഈ കോടിക്കണക്കിനുള്ള ആളുകളെ ഈ പടം കാണിക്കാൻ വേണ്ടി അവരുടെ ഉള്ളിലേക്ക് ഇത് എത്തണ്ടേ. ഇപ്പോൾ 1 കോടി ആളുകൾ പടം കാണണ്ട, ഒരു 5-10 ലക്ഷം പേര് വന്ന് പടം കണ്ടു കഴിഞ്ഞാൽ പടം ഹിറ്റാണ്. അപ്പൊ ആ ആളുകളെ തിയേറ്ററിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക്കാണ് നമ്മുടെ. അപ്പോൾ അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ആളുകൾ തിയേറ്ററിലേക്ക് വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം മറിമായത്തിനോടുള്ള ഒരു ഇഷ്ടം, ഇത്രയും കാലം ആയിട്ട് നമ്മൾ ആളുകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളെ ഒരു സിനിമ ഒരു 2 മണിക്കൂർ തിയേറ്ററിൽ വന്നിരുന്നിട്ട് ആളുകൾ കാണണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് സത്യത്തിൽ. ഈ ഒരു മനസ്സുള്ളതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് മുതലേ മാക്സിമം നമ്മൾ അതിന് ശ്രമിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റിലും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു പുഞ്ചിരിയോടുകൂടെ ഇരുന്ന് സിനിമ കാണാനുള്ള ഒരു അവസരം ഉണ്ട് അതില്. മമ്മൂക്കയായിട്ട് അടുത്ത് നിൽക്കുന്നതാണ് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം കല്യാണത്തിനൊക്കെ മോളുടെ കല്യാണത്തിനൊക്കെ മമ്മൂക്ക വന്നിട്ടുണ്ട്. ആ സമയത്ത് മറിമായത്തെ കുറിച്ച് മമ്മൂക്ക എന്തെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മറിമായത്തിനെ കുറിച്ച് എപ്പോഴും പറയും. അതായത് മറിമായത്തിന്റെ സ്ഥിരം പ്രേക്ഷകരിൽ ഒരാളാണ് മമ്മൂക്ക. നമുക്ക് ഒട്ടുമിക്ക എപ്പിസോഡുകളും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരാളാണ്. എനിക്ക് ഞാനും മണിയേട്ടനും കൂടി ഒരു ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു സബ്ജക്റ്റ് ചെയ്തിരുന്നു. അത് ചെയ്തിട്ട് മമ്മൂക്ക എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു. ആലോചിച്ച് നോക്കണം, നമ്മൾ ഒരു തിരക്കില്ലാത്ത നമ്മൾ പോലും ചില കാര്യങ്ങളൊക്കെ ഓർക്കില്ല. അദ്ദേഹം അത് കണ്ടിട്ട് വോയിസ് മെസ്സേജ് അയച്ചു. ഞാനത് ഫോണിൽ എടുത്തൊരു പെൻഡ്രൈവിലാക്കി വെച്ചിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവാർഡാണ് അത്. അപ്പൊ അത് അങ്ങനെയാണ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ഈ മറിമായത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളാണ്. അതൊരു ചില്ലറ കാര്യമല്ലല്ലോ. അങ്ങനെ അതുപോലുള്ള ആളുകൾ അത് കാണുന്നു. അപ്പൊ അദ്ദേഹമൊക്കെ വിലയിരുത്തി ഒരു സംഭവത്തെ കുറിച്ച് പറയുക എന്നുള്ളത് വലിയ കാര്യമല്ലേ.
അപ്പൊ അത് അത് എന്നോ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ വാല്യൂ. ഞാൻ പറയും വേറെ എന്ത് സിനിമയോ ഒക്കെ നീ ചെയ്തോ, പക്ഷേ ഈ മറിമായ എന്ന് പറയുന്ന പ്രോഗ്രാം ഒരിക്കലും ചെയ്യാതിരിക്കരുത്. നീ എത്ര പിന്നെ അഭിനയിച്ച സിനിമയിലൊക്കെ വന്നാൽ പോലും നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യണം, അത് ചെയ്യണം എന്ന് നമ്മുടെ അടുത്ത് നമുക്കും അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ നമുക്ക് കിട്ടുന്നു എന്നുള്ളത് മനോരമയോട് അത് നമുക്ക് തീരാത്ത നന്ദി അതിനുണ്ട്. കാരണം ഇപ്പൊ ഈ 14 വർഷമായിട്ടും നമ്മളെ ആ മറിമായ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തന്നുകൊണ്ടിരിക്കുക. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വലിയൊരു വേദിയും കൂടിയാണ് അതൊക്കെ. ഈ അവസാന ചോദ്യം സൂര്യേട്ടനോട് നിർത്തുകയാണ്. ഈ തുഞ്ചന്റെ തത്തയുടെ തുഞ്ച എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വഴി എഴുതിയത്? അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശിച്ചല്ല. എന്റെ പാട്ടുകൾ പലപ്പോഴും നമ്മളൊരു ടാർഗറ്റ് ഇട്ട് പോയി ചെയ്യണല്ലേ, എവിടെയെങ്കിലും ഒരു സംഭവം കിട്ടുമ്പോ ഞാൻ പറയില്ല അതേപോലെ ചെയ്യുന്ന. അപ്പൊ അന്ന് ഞാൻ ഈ സ്വരസുധരാജിത മറ്റേ ലളിതഗാനം പാടി കഴിഞ്ഞപ്പോ അതിൽ ഗ്രൂപ്പ് സോങ് വന്നിട്ടുണ്ടായില്ല ആ സമയത്ത്. അപ്പൊ അതിൽ പറഞ്ഞിവിടെ ഒരു ഗ്രൂപ്പ് സോങ്ങിന്റെ ഒരു കുറവുണ്ട്. അന്ന് കലോത്സവം നടക്കുന്ന സമയമാണ്. അപ്പൊ അതും കൂടി ഒന്ന് ഉൾപ്പെടുത്തി അത് ബാക്കി നാടോട് നൃത്തം എല്ലാം അതിലുണ്ടായിരുന്നു ആ സ്കിറ്റിൽ. അതിലൊരു പോർഷനിലാണ് ഞാൻ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ പാടിയത്. അപ്പൊ അതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോ 5 മിനിറ്റ് കൊണ്ട് അത് ഞാൻ അങ്ങനെ റെഡിയാക്കി എടുത്തൊരു സംഭവമാണ്. അപ്പൊ ആ ട്യൂണ് നമുക്ക് അറിയാലോ, ഇവിടെ കയ്യെ കെട്ടിന്ന് ജയറാമേട്ടൻ പ്രത്യേകം അഭിനന്ദിച്ചു. ജയറാമേട്ടൻ ഞാൻ അത് പഠിപ്പിച്ചു കൊടുത്തിട്ട് സ്റ്റുഡിയോയിൽ പാടി പുള്ളിയുടെ മോളുടെ ബർത്ത്ഡേക്ക് മുമ്പ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാട പ്രോഗ്രാമിന് സുരേഷ് ചേട്ടനും പിന്നെ സുരേഷ് ചേട്ടൻ ഞാനും കൂടി ഒരു വേദിയിൽ പാടിയിട്ടുണ്ട്. ഒന്നിച്ച് അത് വൈറലായിട്ടുണ്ട് അത്യാവശ്യമൊക്കെ. അതെനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലിഞ്ഞോ പ്ലിഞ്ഞോ പാടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പഞ്ചായത്ത് ചെട്ടി ആളുകൾ സ്വീകരിക്കട്ടെ, മറിമായം പോലെ തന്നെ ആളുകൾ സ്വീകരിക്കട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. അതിന് വേറെ കാര്യം, നമ്മളിപ്പോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു, ഈ സിനിമ എന്നാ റിലീസ് ആവുന്നത് പറഞ്ഞേക്കണേ. അതെ, 26-നാണ് റിലീസ് ആവുന്നത്, ജൂലൈ. അതായത് ഞങ്ങളുടെ മറിമായത്തിന്റെ പ്രേക്ഷകര് മാത്രം തിയേറ്ററിൽ വന്നാൽ തന്നെ ഞങ്ങൾ വിജയിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന, ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തിയേറ്ററിൽ എല്ലാവരും എത്തണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഈ മറിമായം വൈറലാകുന്ന പോലെ റീലുകളിലൊക്കെ വൈറലാവട്ടെ സീനുകളൊക്കെ സിനിമയുടെ ആശംസിക്കാൻ. താങ്ക് യു.